ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാനൊരു റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറാണ്. അപ്പോൾ എന്താണ് റോബോട്ടിക്സ്? ഇപ്പം ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് റോബോട്ടിക്സ് എന്നുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ റോബോട്ടുകളുടെ നിർമ്മാണത്തെയും അല്ലെങ്കിൽ അത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെ യൂസ് ആവുന്നുള്ളൂ എന്നതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാല എന്നൊക്കെ ഡിഫൈൻ ചെയ്യാം. ബട്ട് അത് ഒരു പ്രൊഫഷണലിസത്തിലോട്ട് വരുമ്പോഴേക്കും റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, അതായത് റോബോട്ട്സ് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ റോബോട്ട് ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് യൂസ് ചെയ്യുന്ന മെഡിക്കൽ റോബോട്ട്സ് ഉണ്ട്, അതായത് സർജിക്കലൊക്കെ യൂസ് ചെയ്യുന്ന. ഇതിനുപരി ഈ റോവേഴ്സ്, അതായത് നമ്മൾ കേൾക്കുന്നുണ്ട് ക്യൂരിയോസിറ്റി അങ്ങനത്തെ ചൊവ്വയിലൊക്കെ പോയി ഇറങ്ങി നിൽക്കാണ്ട്, അതൊരു റോവർ, അതൊരു റോബോട്ടിക് വെഹിക്കിളാണ്. ഡ്രോൺ ഒരു റോബോട്ടിക് വെഹിക്കിളാണ്. അണ്ടർ വാട്ടർ റോബോട്ട്സ് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ഉണ്ട്, അതായത് വെൽഡിങ് മാത്രമല്ല, പെയിന്റിങ്, വെൽഡിങ്, അസംബ്ലി ലൈൻസ്, ഓട്ടോമൊബൈൽ, അതായത് കാർ മാനുഫാക്ചറിങ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ ബേസിക്കലി റോബോട്ട്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയൽ റോബോട്ടാണ് കുറച്ചുകൂടെ ഒരു ഡെവലപ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡസ്ട്രിയൽ റോബോട്ട് അല്ലെങ്കിൽ സർവീസ് റോബോട്ട്സ്, അതായത് ഈ ഹോസ്പിറ്റലിലൊക്കെ പേഷ്യൻ്റ് കെയർ അങ്ങനെ സെർവ് ചെയ്യുക, നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള സർവീസ് റോബോട്ട്സ് ആണുള്ളത്. ഇതിൽ കുറച്ചെങ്കിലും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ഇൻഡസ്ട്രിയൽ റോബോട്ടാണ്. മറ്റേ AGV എടുത്ത് കഴിയുമ്പോഴേക്കും അത്രയും ഒരു സ്കെയിലിൽ ഇത് വളർന്നു വന്നിട്ടില്ല, ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഇത് റോബോട്ടിക്സിലേക്ക് വരുമ്പോഴേക്കും ഏത് കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് റോബോട്ടിക്സ് എഞ്ചിനീയർ ആവാം എന്നുള്ളത് പലർക്കും ഒരു സംശയമായിരിക്കും. നിങ്ങൾക്ക് BTechോ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു റോബോട്ടിക്സ് എഞ്ചിനീയർ ആവാം. ബട്ട് നമ്മുടെ സ്കിൽസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ മാറ്റർ. ഇന്ത്യയിൽ ഇത് ലിമിറ്റഡ് കോഴ്സാണ്, അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു ഡ്രോബാക്കും. ലിമിറ്റഡ് കോഴ്സ് പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസും ലിമിറ്റഡ് ആണ്. ഇൻ ഫ്യൂച്ചർ അത് വരും, ഡെവലപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണ്. ഇൻഡസ്ട്രിയലിലോട്ട് വരുമ്പോഴേക്കും ഇൻഡസ്ട്രിയൽ റോബോട്ട് തന്നെ വരുന്നതാണ് ഈ കൊളാബറേറ്റീവ് റോബോട്ട് മീൻസ് നമുക്ക് റോബോട്ട്സിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോബോട്ട്സ്. അതായത് അതിന് സ്പീഡ് ലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെ കേസ് നമ്മൾ ടച്ച് ആകുന്നത് റോബോട്ട് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ. അത് നമുക്ക് ഫുഡ് ഇൻഡസ്ട്രി മുതൽ അങ്ങനെ പലതരം ഇൻഡസ്ട്രികളിലേക്ക് ആ ഒരു റോബോട്ട് യൂസ് ആക്കുന്നുണ്ട്. പിന്നെയാണ് മെയിനായിട്ട് നമ്മുടെ സിനിമകളൊക്കെ കാണുമ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ട്. അത് ഇന്ത്യയിൽ എന്താ പറയുക, തീരെ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ആയിട്ടില്ല. എന്നാലും ഇൻ ഫ്യൂച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഫീൽഡാണ് ഹ്യൂമനോയിഡ് റോബോട്ട്സ്.